24-കാരന് പൊതുജീവൻ നൽകി കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ്. കോട്ടയം സ്വദേശിയായ ജോ ആന്റണിക്കാണ് അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവൻ ലഭിച്ചത്. യുവാവിന്റെ ശരീരത്ത് 43 കിലോ ഭാരമുള്ള ട്യൂമർ ബാധിച്ചിരുന്നു. ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. കാർഡിയോ തൊറാസിക് വിഭാഗവും പ്ലാസ്റ്റിക് സർജറി വിഭാഗവും സംയുക്തമായാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കും ശേഷം ജോ ആന്റണിയെ ഡിസ്ചാർജ് ചെയ്തു. ആരോഗ്യരംഗത്തിന് അഭിമാനിക്കാവുന്ന അപൂർവ ശസ്ത്രക്രിയ നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. 4 വർഷം മുമ്പാണ് ജോ ആന്റണിക്ക് ട്യൂമർ ബാധിച്ചത്. ഇതിനു പിന്നാലെ കീമോതെറാപ്പി ചെയ്യുകയായിരുന്നു. ശ്വാസകോശത്തിന്റെയും നെഞ്ചിന്റെയും ഭാഗത്തായതിനാൽ ട്യൂമർ എടുത്ത് മാറ്റുന്നത് ബുദ്ധിമുട്ടായി വന്നു. ഇതിനു പിന്നാലെ ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. നടക്കാൻ പ്രയാസമായി, കൈ അനക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ട്യൂമറിൽ നിന്നും വെള്ളം കുത്തിയെടുക്കുമ്പോൾ ആശ്വാസം ലഭിച്ചിരുന്നു. ട്യൂമർ സങ്കീർണമായി വന്നതോടെ വമ്പൻ ആശുപത്രികളിൽ ചികിത്സ തേടിപ്പോയെങ്കിലും ജീവന് ഭീഷണിയാകുമെന്ന കാരണത്താൽ എല്ലാവരും കൈ ഒഴിയുകയായിരുന്നു. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഡോക്ടർ ജയകുമാറിനെ കണ്ട് തങ്ങളുടെ മകന്റെ ദയനീയാവസ്ഥ രക്ഷകർത്താക്കൾ വിവരിച്ചു. വളരെയധികം അപകട സാധ്യതയുണ്ടെങ്കിലും അതേറ്റെടുത്ത് ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മാസം 25-ന് ഏറെ വെല്ലുവിളികളുള്ള ശസ്ത്രക്രിയ 12 മണിക്കൂറോളം എടുത്താണ് പൂർത്തിയാക്കിയത്. 20 ലിറ്റർ ഫ്ലൂയിഡും 23 ലിറ്റർ മാംസവുമുള്ള ആകെ 43 കിലോ ഭാരമുള്ള ട്യൂമറാണ് നീക്കം ചെയ്തത്. നിലവിൽ കൈക്ക് ചെറിയ സ്വാധീനക്കുറവുണ്ടെങ്കിലും ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കാനാകുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. പുതുതായി ഉത്ഭവിച്ച് നിയന്ത്രണമില്ലാതെ വളരുന്ന ശരീരകോശങ്ങൾ മൂലം രൂപീകൃതമാവുന്ന മുഴ അഥവാ വീക്കത്തെയാണ് ട്യൂമർ എന്ന് വിളിക്കുന്നത്. കോശങ്ങൾ വിഭജിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നത് ജൈവ പ്രക്രിയയുടെ ഭാഗമായാണ്. എന്നാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാതെ അനിയന്ത്രിതമായി കോശങ്ങൾ വിഭജിക്കുമ്പോഴാണ് ട്യൂമറുകൾ ഉണ്ടാകുന്നത്. അനിയന്ത്രിതമായ ഇത്തരം കോശവിഭജനത്തിനിടയാക്കുന്ന ചോദന എന്തെന്ന് വ്യക്തമല്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.